ഹിസ്റ്ററി ഓഫ് CPR. ഒരാളുടെ ജീവൻ നിലനിർത്തുന്നതിൽ ഹൃദയത്തിൻ്റെ പങ്ക് എത്ര വലുതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലല്ലോ. വളരെ ചുരുക്കി പറഞ്ഞാൽ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ പ്രധാന ധർമ്മം. കൂടാതെ രക്തസമ്മർദ്ദത്തെ നിലനിർത്തുന്നതും ഹൃദയമിടിപ്പിൻ്റെ വേഗതയും താളവും നിയന്ത്രിക്കുന്നതും ഹൃദയമാണ്. ഇത്ര ലളിതമായി പറഞ്ഞാലും ഹൃദയത്തിൻ്റെ ആരോഗ്യമാണ് എല്ലാം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു നിമിഷം ഈ ഹൃദയം പ്രവർത്തനരഹിതമായാൽ എന്ത് സംഭവിക്കും? ആ അവസ്ഥയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയസ്തംഭനം എന്ന് വിളിക്കുന്നത്. മെഡിക്കൽ സയൻസിൽ കാർഡിയാക് അറസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റിയ ഫലപ്രദമായ ഒരു ഫസ്റ്റ് എയ്ഡാണ് CPR അഥവാ കാർഡിയോ പൾമനറി റീസസിയേഷൻ. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് 18-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിച്ചിരുന്ന ഈ വിദ്യ ഇന്നും നിലവിലുണ്ട്. അമേരിക്കൻ ഹേർട്ട് അസോസിയേഷൻ വ്യക്തമാക്കുന്നതനുസരിച്ച് CPRൻ്റെ തുടക്കം 1740-കളിലാണ്. വെള്ളത്തിൽ വീണ ആളുകൾക്ക് കൃത്രിമ ശ്വാസം നൽകുന്നതിനായി പാരീസ് അക്കാഡമി ഓഫ് സയൻസസ് അവലംബിച്ചത് ഈ രീതിയാണ്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്, ലൈഫ് ഗാർഡ്സ്, ടീച്ചേഴ്സ് എന്നിവർക്കൊക്കെ നൽകുന്ന CPR ട്രെയിനിങ് പ്രോഗ്രാമിൽ കൃത്രിമ ശ്വാസം നൽകാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കൃത്രിമ ശ്വാസം നൽകുക എന്നത് CPRൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇടിപ്പ് നിന്നുപോയ ഹൃദയത്തെ ചലിപ്പിക്കാനായി കൈകൾ കൊണ്ട് പുറമേ നിന്ന് കൊടുക്കുന്ന ബലമാണ് CPR. CPR രംഗത്തെ ചില പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മനുഷ്യ ശരീരത്തിൽ ചെസ്റ്റ് കംപ്രഷൻ നടത്തി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1891 ജർമ്മൻ സർജനായ ഡോക്ടർ ഫ്രെഡറിക് മാസസ് ആണ്. 1903 അമേരിക്കൻ സർജനായ ഡോക്ടർ ജോർജ് സിറിൽ എക്സ്റ്റേണൽ ചെസ്റ്റ് കംപ്രഷൻസ് ഉപയോഗിച്ച് ഹ്യൂമൻ റീസസിയേഷൻ നടത്തിയത് വിജയകരമായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം ക്ലോസ്ഡ് ചെസ്റ്റ് കാർഡിയാക് മസാജ് നടത്തി. 50 വർഷങ്ങൾക്ക് ശേഷം 1954 അമേരിക്കൻ ഡോക്ടറും റെസ്പിറേറ്ററി റിസർച്ചുമായ ജെയിംസ് എലാം മറ്റൊരു കാര്യം തെളിയിച്ചു. അതായത് മനുഷ്യ ശരീരത്തിലെ ഓക്സിജനേഷൻ അളവ് നിലനിർത്താൻ എക്സ്പയർഡ് എയറിന് സാധിക്കുമെന്നതായിരുന്നു. എക്സ്പയർഡ് എയർ എന്നാൽ ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ നിശ്വാസവായു. 1956 ഓസ്ട്രേലിയൻ ഫിസിഷ്യനായ പീറ്റർ സഫറും ജെയിംസ് എലാമും ചേർന്ന് മൗത്ത് ടു മൗത്ത് റീസസിയേഷൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി അടുത്ത വർഷം US മിലിറ്ററി കാർഡിയാക് പേഷ്യൻസിന് വേണ്ടി ഈ രീതി അവലംബിച്ചു. CPRൻ്റെ തുടക്കക്കാരായി കരുതുന്നത് ഡോക്ടർ വില്യം കോഫൻഹോവൻ, ജെയിംസ് ജൂഡ്, ഗൈ നിക്കർബർഗ് എന്നിവരെയാണ്. ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരാളിൽ CPR എത്രത്തോളം ഫലപ്രദമാണെന്ന് അവർ തെളിയിച്ചു. ഇതിനോടൊപ്പം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എഫിഷ്യൻ്റായ ഒരു ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ റീസസർ നൽകുന്ന CPR വഴി രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത 2-3 മടങ്ങാണെന്നാണ്. ഒരുപാട് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ CPR ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത് സിയാറ്റിൽ വെച്ചാണ്. അമേരിക്കൻ ഫിസിഷ്യനായ ലിയോനാർഡ് കോബാണ് മെഡിക് 2 എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അമേരിക്കൻ ഹേർട്ട് അസോസിയേഷൻ 1988 ആദ്യത്തെ പീഡിയാട്രിക് ബേസിക് ലൈഫ് സപ്പോർട്ട്, പീഡിയാട്രിക് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് എന്നിവ രൂപീകരിച്ചു. ബൈസ്റ്റാൻഡേഴ്സ് മൗത്ത് ടു മൗത്ത് രീതിക്ക് പകരം ഹാൻഡ്സ് ഓൺലി CPR നൽകണമെന്ന് 2008 AHA നിർദ്ദേശിച്ചു. എന്നാൽ 2010 ഇറക്കിയ അപ്ഡേറ്റഡ് ഗൈഡ് ലൈൻ പ്രകാരം റീസസേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ക്യാപ് സ്റ്റെപ്പ് നൽകാനാണ്. അതായത് ചെസ്റ്റ് കംപ്രഷൻസ്, എയർവേ, ബ്രീത്തിങ്. 2015 അപ്ഡേഷൻ ഊന്നൽ നൽകുന്നത് ചെസ്റ്റ് കംപ്രഷൻ ഡെപ്തിനും CPR സ്പീഡിനുമാണ്. കുഴഞ്ഞു വീഴുന്ന എല്ലാവർക്കും CPR നൽകേണ്ടതില്ല. ഹാൻഡ് പൾസും കാരോട്ടിഡ് പൾസും നോക്കി ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിശ്ചിത ബലത്തിൽ മാത്രമേ CPR നൽകാവൂ. കൃത്യമായ CPRലൂടെ രക്ഷപ്പെടുന്നത് ഒരു ജീവനായിരിക്കാം.